ആശ്രം ദ ബീറ്റിൽസ് ബാൻഡ് വന്നതിന് ശേഷമാണ് ഈ ആശ്രമത്തിന് ദ ബീറ്റിൽസ് ആശ്രമം എന്നുള്ള പേര് വന്നത്. എക്സ്പ്ലോർ ഇന്ത്യ 2024 മറ്റൊരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഋഷികേശിൻ്റെ കാഴ്ചകളും കുറച്ച് അഡ്വഞ്ചറും. അതെ, അപ്പം നമ്മൾ ഋഷികേശില് എത്തി. കുറച്ച് സ്റ്റക്കായി ആക്ച്വലി. രാവിലെ തന്നെ മൂഡ് പോയിട്ടിരിക്കുകയാണ് TK. അതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കണേ. ഞങ്ങളുടെ വണ്ടി പാർക്ക് ചെയ്തതിന് ഡോറ് പോലും തുറന്നിട്ട് ഒരു സാധനം എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് പാർക്ക് ചെയ്തിരിക്കുന്നത്. സംഭവം സ്റ്റേ നല്ലതാണ്, സർവീസ് ഭയങ്കര മോശമായിരുന്നു ആണ്. ഞങ്ങൾ 2 ദിവസത്തേക്ക് എടുക്കുകയും ചെയ്തു, അതുകൊണ്ട് അവിടെ നിന്ന് മാറാൻ പറ്റില്ല. അപ്പം പിന്നെ നമ്മൾ കാറൊന്നും എടുക്കാതെ ഇറങ്ങി. TK ദോശ കഴിക്കുന്നു, ഞാൻ സാൻഡ്വിച്ച് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് ആക്ച്വലി കുറച്ച് ടൈറ്റ് ഡേ ആയിരുന്നു. ഞങ്ങൾക്ക് കുറച്ച് പ്ലാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ പ്ലാൻസ് ഒക്കെ ഓൾറെഡി ഡിലേഡ് ബൈ ഹാഫ് ആൻ അവറിൽ 10 മണിയായി. ഞങ്ങൾ 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്യണം. ബീറ്റിൽസ് ആശ്രമമൊക്കെ പോകണം, രാംജൂല പോകണം, വൈകിട്ട് ആർത്തി കാണണം. അപ്പോൾ ഇതെല്ലാം സെറ്റ് ആവണമെങ്കിൽ ഞങ്ങൾ രാവിലെ ഒരു 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്യണമായിരുന്നു. പക്ഷേ ഞങ്ങളിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നേ ഉള്ളൂ. നമ്മളപ്പോൾ ഒരു സ്കൂട്ടർ റെൻറ്റിന് എടുക്കാൻ വിചാരിച്ചു. ആദ്യം നമ്മൾ കാറ് വെച്ചിട്ട്, കാറിന് ഈസി ആയിട്ട് പോകാൻ പറ്റിയ സ്ഥലമല്ല. അപ്പോൾ നമ്മൾ ടുക്ക് എടുത്തിട്ട് പോകാമെന്നാണ് ആദ്യം വിചാരിച്ചത്. പക്ഷേ ടുക്ക് അവൈലബിലിറ്റിയും വളരെ കുറവാണ്. അതിൽ നമുക്ക് 3-4 സ്ഥലത്തേക്ക് പോകണം. അപ്പോൾ എങ്ങനെയും ടുക്ക് എടുത്താലും ഒരു 500 rupees പെർ ഡേ ആവും. അപ്പോൾ ഞങ്ങൾ ഫൈനലി ഒരു സ്കൂട്ടി എടുക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഇന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ 400 rupees. ഇന്ന് പിന്നെ ഹോളിഡേ ആണ്, October 2. അതുകൊണ്ടായിരിക്കണം കുറച്ചും കൂടി റേറ്റ് കൂടുതൽ. എല്ലാവരും റിവർ റാഫ്റ്റിങ്ങിനൊക്കെ പോകും. റോഡ് മുഴുവൻ ഇങ്ങനെ റാഫ്റ്റിങ്ങിന് പോകുന്ന ആൾക്കാരാണ്. TK ഹെൽമെറ്റൊക്കെ ഇട്ട് റെഡിയായി. സോ ദിസ് ഈസ് ആർ റൈഡ് ഫോർ ടുഡേ. കുറേ ദിവസത്തെ എന്താണ് നോവ കാറിലെ ട്രാവലിന് ശേഷം ഞങ്ങളൊരു ടുക്ക് എടുത്ത് ട്രാവൽ ചെയ്തു. സ്കൂട്ടി. നമ്മളൊരു 100 രൂപയ്ക്ക് പെട്രോളൊക്കെ അടിച്ചു. ഇന്ന് നമ്മൾ ഫുൾ എത്ര കിലോമീറ്റർ പോണ്ടാവും? എല്ലാം കൂടി ഒരു 40-50 കിലോമീറ്റർ. നമ്മളങ്ങനെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആയിട്ട് ഇറങ്ങി. കുറച്ച് ലേറ്റായി. നമ്മളൊരു രാംജുല കാണാൻ പോവുകയാണ്. ഇവിടെ ഒരുപാട് ഗൈഡ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. 100 രൂപയുള്ളൂ. അവര് നമുക്ക് ഇതിന്റെ കുറച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തരും. പിന്നെ ഇവിടെ അടുത്ത് തന്നെ ടെമ്പിൾസ് ഉണ്ട്. ആ ടെമ്പിൾസ് ഒക്കെ കൊണ്ടേ കാണിക്കാം. ഇവിടെ ഒരുപാട് ഋഷികേശിന് ഒരുപാട് ഹിസ്റ്ററി ഉണ്ട്. അത് പറഞ്ഞിരുന്നൊക്കെ പറഞ്ഞ് നമ്മള് ഗൈഡൊന്നും എടുത്തില്ല. ദൂരെ കാണുന്നതാണ് രാംജുല. ഇവിടെ ആക്ച്വലി കുറെ പേര് ഗംഗയിൽ വന്ന് കുളിച്ചു പോകുന്ന കാണുന്നുണ്ടല്ലേ. രാവിലെ വന്ന് കുളിച്ചു പോകുന്നു. അതേപോലെ കാണിച്ചത് ഇവിടെ ഒരുപാട് മറ്റേ ക്യാന് വെക്കും. അതെന്തിനാ? ഗംഗാജലം കൊണ്ടുപോകാനായിട്ട്. അതുപോലെ ചന്ദനം, രുദ്രാക്ഷം, അതൊക്കെയാണ് ഇവിടെ മെയിനായിട്ട് ഇവിടുത്തെ ഫേമസ് രുദ്രാക്ഷം. അതായത് ഒറിജിനൽ ഹിമാലയൻ രുദ്രാക്ഷം കിട്ടുന്നൊക്കെ പറയുന്നത് ആയിരിക്കല്ലേ. ഇതൊക്കെ എല്ലായിടത്തും ഇതേ സാധനം തന്നെയല്ലേ? ഇപ്പൊ ഡൽഹിയിലും അതെ, ഡൽഹിയിലും ഇതേ സാധനങ്ങൾ തന്നെയാണ്. ഐസ് ഉണ്ടോ നോക്കി. ഈ കാണുന്നതാണ് രാംജുല. രാംജുല എന്ന് വെച്ചാൽ ചെറിയ ഈ ഒരു ബ്രിഡ്ജിനാണ് ഒരു ജൂല എന്ന് പറയുന്നത്. 2 ജൂല ഉണ്ട്. നമ്മൾ ഇന്നലെ കണ്ടത് ലക്ഷ്മൺ ജൂല, അത് ക്ലോസ്ഡ് ആണ്. അപ്പോൾ ഈ കാണുന്നതാണ് രാംജുല. നമുക്ക് എന്തായാലും കയറി നടക്കാം. ഒരുപാട് പേരുണ്ട് കേട്ടോ ഇവിടെ. സൈഡിലൊക്കെ എങ്ങനെ ഹായ് ഒരുപാട് ഹാൻഡിക്രാഫ്റ്റ് ഷോപ്പുകളുണ്ട്. ഇത് നല്ല രസമുണ്ടല്ലേ. രുദ്രാക്ഷ് പറയാൻ പറ്റില്ല. കുറെ ഡ്രസ്സിന്റെ ഷോപ്പുകള്. ഇവിടെ കുറച്ചുകൂടി സ്പിരിച്വൽ ആയതുകൊണ്ട്
ദൈവങ്ങളെ വിറ്റ് ജീവിക്കുന്നു അല്ലേ? സോ ഇതാണ് രാംജുലയുടെ എൻട്രൻസ്. ഒന്നല്ല, ജസ്റ്റ് ഒരു തൂക്കുപാലം. പക്ഷെ അതിൻ്റെ സ്പെഷ്യാലിറ്റി എന്താന്ന് വെച്ചാൽ അത് ഗംഗേനെ ക്രോസ് ചെയ്താണ് നടക്കുന്നത്. വാ, കൊള്ളാല്ലേ? ഗംഗ അങ്ങനെ താഴെ ഒന്നും അറിയാണ്ട് ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കുന്നല്ലേ. നല്ല വെള്ളമുണ്ട്, നല്ല ഫാസ്റ്റിലാണ് ഒഴുകുന്നത്. അപ്പൊ അതേത് തൂക്കുപാലല്ലേ? ഇവിടുത്തെ എന്തോ ഒരു പഴമാണ് ഇതിന് എന്താ പറയാ, റാംഫലോ. നമ്മളങ്ങനെ റാംഫൽ ട്രൈ ചെയ്യാൻ പോവാണ്. മതി हाँ എന്തായാലും പറ്റോ? പ്രത്യേകിച്ച് ടേസ്റ്റ് ഒന്നുമില്ല, ഒരു പഴുക്കാത്ത ഗോവ പോലല്ലേ. അപ്പോൾ ഈ കാണുന്നതാണ് ദ ഫേമസ് രാംജുല, ഗംഗേനെ ക്രോസ് ചെയ്യുന്ന ഋഷികേശിലെ വൺ ഓഫ് ദ വാക്കിംഗ് ബ്രിഡ്ജ്. ഓക്കെ, പുഴയിലൊക്കെ നിറയെ പേര് റാഫ്റ്റിങ് ചെയ്യുന്നുണ്ട് അല്ലേ, നല്ല ഫ്ലോ ഉണ്ട്. എനിക്ക് പറഞ്ഞാൽ ഇവിടെ ഗംഗ അത്ര പൊല്യൂട്ടഡ് അല്ല, കാരണം അത്ര ദൂരം ഒഴുകിയിട്ടല്ല വരുന്നത്. നല്ല വെള്ളം പോലെ ഉണ്ട് കാണുമ്പോൾ. ആൻഡ് ഒരുപാട് പേര് കുളിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ നമ്മളിങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് പേര് കുളിക്കുന്നത് കാണാൻ പറ്റും. ഗംഗയിൽ കുളിക്കുന്നത് പുണ്യനദിയാണല്ലോ. സോ ഗംഗയിൽ കുളിക്കുന്നത് അത്രയും പുണ്യമായിട്ട് പാപങ്ങളെ കഴുകി കളയുന്നതായിട്ടൊക്കെയാണ് സങ്കല്പം. അതുപോലെ തന്നെ ഇവിടെ ഉണ്ടോ, ഇവിടെ ഇങ്ങനെ നിറയെ ക്യാനുകളുണ്ട്. എന്തിനാണെന്നറിയോ? പുണ്യനദിയിലെ ജലം കൊണ്ടുപോകാൻ, അതായത് ഗംഗാജലം വീട്ടിലോട്ട് കൊണ്ടുപോകാനാണ് ഈ ക്യാനുകൾ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്. ഇത് നമ്മൾ ആ വരുന്ന വഴിക്കല്ല ഒരുപാട് കണ്ടായിരുന്നു കേട്ടോ. ഗംഗയിൽ കുളിച്ച് പാപങ്ങൾ കഴുകി കളയണമോ? സൂര്യ അവിടെ ഗംഗാജലം തൊട്ട് നോക്കാൻ പോവാണ്. അപ്പോൾ ചെല്ലി ടെസ്റ്റ് ചെയ്യ്, തണുപ്പുണ്ടോന്ന്. ആയിക്കോട്ടെ, ചെയ്ത പാപങ്ങളൊക്കെ അല്ലേ, എന്താണ് കുമ്പസരിച്ചിട്ട് കാര്യമുള്ളൂ, ചെയ്യാൻ പോകുന്ന പാപങ്ങൾക്ക് കാര്യമില്ലല്ലോ. തണുപ്പുണ്ടോ? തണുപ്പുണ്ടോ? ഇല്ലല്ലോ, നോർമൽ വെള്ളം പോലെ. പക്ഷെ അത് കുറച്ചുകൂടി ഇവിടെ കുറച്ചുകൂടി വൃത്തിയുണ്ട് തോന്നുന്നല്ലേ വെള്ളം. അങ്ങനെ നല്ല വീതി ഉണ്ടല്ലേ ഇവിടെ. ഓൾമോസ്റ്റ് 1 കിലോമീറ്ററോളം ഉണ്ടാവില്ലേ അങ്ങോട്ട് ഫ്രണ്ട് പോകുന്നത്. സോ നമ്മളങ്ങനെ വരുമ്പോൾ രാംജുല വഴി വന്നു. പോകുമ്പോൾ നമ്മളിങ്ങനെ ഈ ബോട്ടിലാണ് പോകുന്നത്. ഈ ബോട്ടിന് ഒരാൾക്ക് 40 രൂപ അവരപ്പുറത്ത് കൊണ്ടാക്കി. ഇത് എൻജിൻ വെച്ച ബോട്ടാണ് അല്ലേ. ചേട്ടനോട് ടിക്കറ്റ് കൊടുത്ത് പറയണം പോകാനുള്ളത്. ഇവിടുത്തെ ഗവൺമെൻറ് സർവീസ് ബോട്ടാണ് തോന്നുന്നത് അല്ലേ. 40 രൂപ. सब लोग आ रहे हैं। Why Ganga is considered as holy river? ഹിമാലയൻ വേറൊന്നല്ല, അതായത് കൈലാസം എന്ന് വിളിക്കുന്നു. കൈലാസം എന്ന് പറയുന്നത് ശിവന്റെ ശിരസാണ്. പണ്ട് ആദ്യമായി ഒഴുക്കിയത് എന്തോ ആൻസിസ്റ്റേഴ്സിന്റെ സീൻസ് കളയണം.
അതാണ് ഐതിഹ്യം. അതായത് ശിവന്റെ ശിരസിൽ നിന്ന് ഉദ്ഭവിക്കുന്ന നദിയാണ് ഗംഗ എന്നാണ് വിശ്വാസം. അല്ലെങ്കിൽ കൈലാസം തന്നെയാണ് അത് ഉത്ഭവിക്കുന്നത്. കൈലാസം മീൻസ് കൈലാസം എന്ന് പറയുന്നത് ശിവന്റെ ശിരസാണ്. അതുകൊണ്ടാണ് ഗംഗ ഇത്ര ഹോളി ആയിട്ട് എന്റെ വിശ്വാസത്തിൽ കൺസിഡർ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇത്ര ഹോളി പരിശുദ്ധമായ നദിയായിട്ട് ദേവപ്രയാഗ് എന്ന സ്ഥലത്തു നിന്നാണ് യഥാർത്ഥത്തിൽ ഗംഗയുടെ ഉദ്ഭവം കേട്ടോ. ഇന്ത്യയിലെ തന്നെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഗംഗാ നദി. നമ്മൾ പുണ്യനദി കാണുന്ന ഗംഗ തന്നെയാണ് ഇന്ത്യയിൽ തന്നെ അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും മലിനീകരിക്കപ്പെട്ട നദി. ആളുകളിവിടെ പൂജകള് ഇവിടുന്ന് ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് ക്ഷീണിച്ചിട്ട് കൊക്കക്കോള കഴിക്കണേ. ഒരു വൈബ് ചായക്കട, നല്ല പാട്ടൊക്കെ വെച്ചിട്ടുണ്ട്. അതിൽ സ്ട്രിങ് ഇല്ലല്ലോ. നമ്മൾ രാംജൂലയിൽ ഇറങ്ങി നമുക്ക് അടുത്ത് പോകേണ്ടത് ബീറ്റിൽസ് ആശ്രമമാണ്. അത് ഗംഗയുടെ അപ്പുറത്തെ സൈഡാണുള്ളത്. സോ വി ആർ ടേക്കിംഗ് ജാനകി ബ്രിഡ്ജ്. അതിന് കുറച്ചൊരു 1 കിലോമീറ്റർ ഇപ്പുറത്തേക്ക് തന്നെ ഒരു ബ്രിഡ്ജ് ഉണ്ട്, ജാനകി ബ്രിഡ്ജ് എന്ന് പറഞ്ഞിട്ട്. അതിൽ സ്കൂട്ടിയൊക്കെ വിടും. മറ്റേ രാംജൂലിൽ സ്കൂട്ടിയൊന്നും പോവില്ല. സ്കൂട്ടി മാത്രമേ പോകുള്ളൂ തോന്നുന്നുണ്ട്. അത് സ്കൂട്ടി മാത്രമേ പോകുള്ളൂ. ഇവിടെ കുറച്ചുകൂടി ഗംഗ കുറച്ചുകൂടി വൈൽഡാണ്. ഇടയിൽ ഫുള്ള് വാക്ക് അല്ലടാ, നടക്കുന്നവർക്ക് നടക്കാൻ സെന്റർ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ബൈക്ക് പോവാൻ. ഇങ്ങനെ ഈ ബ്രിഡ്ജിന്റെ അറ്റത്ത് ഒരു ഹനുമാന്റെ പെയിന്റിങ്. റൈറ്റ് നമ്മളങ്ങനെ ഏതൊക്കെയോ ഷോർട്ട് കട്ട് വഴി കൂടെ ബീറ്റിൽ ആശ്രമത്തിന്റെ ഫ്രണ്ടിലേക്ക്. അപ്പോൾ ഇതാണ് ബീറ്റിൽസ് ആശ്രമം. അങ്ങ് ദൂരെ കാണുന്നത് ഗംഗ. അതിൻ്റെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ആശ്രമം. എൻട്രി ഫീ 200 രൂപയാണ് കാണിക്കുന്നത്. 200 രൂപ കാണിക്കുന്നതല്ല, എൻട്രി ഫീ 200 രൂപയാണ്. എല്ലാവർക്കും ഇന്ത്യൻ 200, സീനിയർ സിറ്റിസൺ 100, ഫോറിനർ 1200. ID കാർഡാണ് കാണിക്കണതാണ് കേട്ടോ എൻട്രി എടുക്കുന്ന സമയത്ത്. സോ ഇതാണ് എൻട്രി ടിക്കറ്റ്. സൂക്ഷിച്ച് വെക്കണം, അവിടെ ചോദിക്കുന്നതാണ് പുള്ളി പറഞ്ഞത്. ഇത് ആക്ച്വലി രാജാജി ടൈഗർ റിസർവ് ഫോറസ്റ്റ് റേഞ്ചിൻ്റെ ഉള്ളിലാണ്. അതുകൊണ്ട് തന്നെ അവിടെ സെക്യൂരിറ്റി ആയിട്ടിരിക്കുന്നത് ഫോറസ്റ്റ് ഓഫീസേഴ്സാണ്. ഇവിടെ ഒരുപാട് നടന്ന് കാണാനുണ്ടല്ലേ, നോക്കാം. സോ ഇതാണ് ഇതിൻ്റെ എൻട്രൻസ് വരുന്നത്. ഇതിൻ്റെ വേറെ പേരെന്താ? ചൗരാസി കുട്ടിയ. യെസ്. ഈ ചെറിയ ചെറിയ ഡോമില്ലേ, അതിനാണ് കുട്ടിയ പറയുന്നത്. ഈ ചെറിയ ഡോമിൽ അവർ മെഡിറ്റേഷൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിരുന്നു. ഈ ചെറിയ ഡോമിനാണ് കുട്ടീസ് എന്ന് പറയുന്നത്. സോ ഇതാണ് മെഡിറ്റേഷൻ കേസ്. These structures were constructed from 1976 to 78 to accommodate sannyasis and brahmacharis for practicing their sadhana. The round stones used to them to from the shore of Ganga. അപ്പോൾ ഇതുപോലുള്ള ചെറിയ ചെറിയ ആശ്രമങ്ങൾ, അതായത് ചെറിയ അവരുടെ മെഡിറ്റേഷൻ ചെയ്യാൻ വേണ്ടി സന്യാസിമാർക്ക് 1976-78 കാലഘട്ടങ്ങളിൽ സന്യാസിമാർക്ക്
മെഡിറ്റേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള ചെറിയ ചെറിയ കുടിലുകൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അത് ഈ സ്റ്റോൺസ് എല്ലാം പറയുന്നത് ഗംഗയിൽ തന്നെ കല്ലുകളുടെ അടുത്ത് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. സാധന നമ്മൾ എവിടെ ചെയ്തിട്ടില്ലേ? സാധന ചെയ്യാൻ വേണ്ടിയിട്ടില്ലേ? സാധന ഇസ് കൈൻഡ് ഓഫ് മെഡിറ്റേഷൻ. നമ്മൾ മുന്നേ ചെയ്തായിരുന്നില്ലേ സാധന? ഞാൻ ചെയ്തായിരുന്നില്ലേ? രാവിലെ മൗന കഴിഞ്ഞിട്ട് സാധനയൊക്കെ ചെയ്യാറുണ്ട്. മൗന സാധനയൊക്കെ കുറച്ചു കാലം ഞാൻ പ്രാക്ടീസ് ചെയ്തായിരുന്നു. ഒന്നുമില്ല, ജസ്റ്റ് നമ്മളൊരു ദിവസം എങ്ങനെ സാധന കൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു ദിവസത്തിൽ നമ്മളെ കാര്യങ്ങള് കൈൻഡ് ഓഫ് മെഡിറ്റേഷൻ ഉള്ളു. പക്ഷെ ഇത് നല്ല രസമുണ്ട്. ഇങ്ങനെ ചെറിയ ചെറിയ കുടിലുകള്, എല്ലാത്തിന്റെ ഉള്ളിലും കുറെ ആർട്ട് വർക്ക് ഒക്കെ ഉണ്ട്. നല്ല പീസ്ഫുൾ എൻവയറൺമെന്റ് അല്ലേ? യെസ്. ഇപ്പൊ ഇവിടെ നമ്മള് ഭയങ്കര സൈലന്റ് ആണ്. നമ്മൾ ഗംഗാ റിവറിന്റെ സൗണ്ടും പിന്നെ ഒരു നാഷണൽ എന്താ ഫോറസ്റ്റിന്റെ അകത്ത് നാച്ചുറൽ സൗണ്ട് അല്ലേ? ടൈഗർ റിസർവ് ആണിത്. ടൈഗർ റിസർവ് ആണ്. ഇവിടെ ഫുള്ള് പക്ഷികളുടെയും മണ്ണട്ടയും അങ്ങനത്തെ സൗണ്ട് ഒക്കെയാണ്. ഇതിപ്പോഴും സ്റ്റിൽ ആക്റ്റീവ് ആയിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നിരിക്കും അല്ലേ? 1963 മഹർഷി മഹേഷ് യോഗി ഗംഗാ നദിയുടെ തീരത്ത് നിർമ്മിച്ച ആശ്രമമാണ് ബീറ്റിൽസ് ആശ്രമം. ചൗരാസി കുട്ടിയ എന്നും ഇതറിയപ്പെടുന്നു. 84 ചെറിയ ചെറിയ കോട്ടേജുകളാണ് ഇവിടെ ഉള്ളത്. അതായത് കോട്ടേജുകൾ എന്ന് വെച്ചാൽ മെഡിറ്റേഷൻ ചെയ്യാൻ വേണ്ടിയുള്ള ചെറിയ ചെറിയ ഇതുപോലുള്ള കോട്ടേജസ്. അപ്പോൾ 84 കുടിലുകൾ എന്നർത്ഥം വരുന്ന വാക്കാണ് ചൗരാസി കുട്ടിയ. 1968 ലോക പ്രശസ്തമായ ബാൻഡ് ദ ബീറ്റിൽസ് ഒരു ട്രാൻസെൻഡൽ മെഡിറ്റേഷൻ പഠിക്കേണ്ട ഭാഗമായിട്ട് ഇവിടെ വന്നു. പിന്നെ ഇവിടെ വെച്ച് ഒരുപാട് ആൽബങ്ങൾ അവർ കമ്പോസ് ചെയ്തു, അങ്ങനെ ഹിറ്റായി. അതിനുശേഷം ഈ ഒരു ആശ്രമത്തിന് ഇൻ്റർനാഷണൽ അറ്റൻഷൻ കിട്ടി, ലോകവ്യാപകമായി ഇതറിയപ്പെട്ടു. പിന്നെ അതിനുശേഷം ഒരുപാട് ഫോറിനേഴ്സ് എല്ലാവരും മെഡിറ്റേഷനും യോഗയും ഒക്കെ പഠിക്കാനൊക്കെ ആയിട്ട് ഇവിടെ വന്നു. അങ്ങനെയാണ് ഇത് ഫേമസ് ആയിട്ടുള്ളത്. 1990-കളിൽ ഇത് പൂർണ്ണമായിട്ട് അടച്ചുപൂട്ടി. പിന്നീട് 2015 ഇത് റീഓപ്പൺ ചെയ്തത്. ഇപ്പോൾ പബ്ലിക്കിനായിട്ട് ഓപ്പൺ ആണ്. ഇവിടെ രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 4 മണി വരെയാണ് ഇവിടുത്തെ സന്ദർശന സമയം. കുറേയൊക്കെ മെയിൻ്റെനൻസ് നടക്കുന്നുണ്ടെങ്കിലും അത്രത്തോളം മെയിൻ്റെനൻസ് ഒന്നും നടക്കാത്തതുകൊണ്ട് കുറേ സ്ഥലങ്ങളെ കുറേ ബിൽഡിങ്ങുകളൊക്കെ പൊളിഞ്ഞു വിടാനുള്ള അവസ്ഥയിലാണ്. ഋഷികേശിൽ വരുന്ന ആരും ഇന്ന് ബീറ്റിൽസ് ആശ്രമം കാണാതെ പോകാറില്ല. അതുകൊണ്ട് തന്നെ ഋഷികേശിലെ വൺ ഓഫ് ദ ടൂറിസ്റ്റ് അട്രാക്ഷനാണ് ഇന്ന് ബീറ്റിൽസ് ആശ്രമം. സോ ദിസ് ഈസ് വേദ് ഭവൻ. ഇത് ക്ലാസ് റൂംസ് ഹാൾസ് എല്ലാം ആണ്. ഇതിൻ്റെ മുന്നേ യോഗ ക്ലാസ്സസ് എല്ലാം നടന്നുകൊണ്ടിരുന്നത് ഇവിടെയാണ്. ഇത് വലിയൊരു ഹാളാണ്. ഇതാണ് ബീറ്റിൽസ് ആശ്രമം. ദ ബീറ്റിൽസ് ബാൻഡ് വന്നതിന് ശേഷമാണ് ഈ ആശ്രമത്തിന് ദ ബീറ്റിൽസ് ആശ്രമം എന്നുള്ള പേരാണ്. ഒരു ഫോട്ടോ ഗാലറി ഉണ്ട്, കാലത്തെ ഫോട്ടോസ്. So this was Miss Maharishi and the Beatles വന്നപ്പോഴുള്ള ഫോട്ടോഗ്രാഫ്സ്. Yes, classic. സോ അപ്പോൾ ഇത് ഒരുപാട് ഒരു 3 കിലോമീറ്ററോളം പരന്ന് നടക്കുന്ന സ്ഥലമാണ്. ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് മെഡിറ്റേഷൻ സെന്റേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ മഹർഷിയുടെ ആശ്രമമുണ്ട്. പിന്നെ മുന്നുണ്ടായിരുന്നു, ഇപ്പോൾ ഒന്നും ആക്റ്റീവ് അല്ല, എല്ലാം എന്താ പറയാ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് അടിപൊളി പെയിന്റിങ്സ് ഒക്കെ ലേറ്റസ്റ്റ് ആയിട്ട് അതിനകത്ത് ഇയേഴ്സ് ഒക്കെ എഴുതിയൊക്കെ 2018, 19, 20 അതെ അങ്ങനത്തെ ഒരു സമയത്ത്. അതെ. അപ്പൊ ഇത് ഭയങ്കര ചൂടാണ്, ഭയങ്കര ഹ്യൂമിഡിറ്റി കുറച്ചധികം കൂടുതലാണ്. കേരളത്തിലെ പോലെ തന്നെയാണ്. എനിക്ക് കേരളത്തിലും കാട്ടി ഹ്യൂമിഡിറ്റി കുറച്ച് കൂടുതലാണ് തോന്നുന്നുണ്ട്. ഞങ്ങള് വെള്ളം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല, കുറച്ച് ക്ഷണിച്ചു. അപ്പൊ ഇവിടെ വരുന്നവർക്കുള്ള ഒരു സജഷൻ, ഒരു കുപ്പി വെള്ളം വേണമെങ്കിൽ ഒരു പാക്കറ്റ് ബിസ്ക്കറ്റും കഴിച്ചാൽ സുഖമായിട്ട് ഇങ്ങനെ കവർ ചെയ്ത് പോകും. അതെ അതെ. ഇത് ഒരുപാട് നടന്ന് കാണാനുണ്ട്. ബിൽഡിങ്സ് ഒക്കെ നല്ല എന്താ പറയാ അന്ത കാലത്ത് എങ്ങനെയാണ് അവർ ചെയ്തിരുന്നത് എന്നുള്ളതിന്റെ ഒരുപാട് സംഭവങ്ങളുണ്ട്. നല്ലൊരു എസ്തറ്റിക് പ്ലേസ് ആണ്. പക്ഷെ മെയിൻ്റെനൻസ് ഇല്ല. മെയിൻ്റെനൻസ് ഉണ്ടെങ്കിൽ കുറച്ച് കാലം കൂടി നിലനിൽക്കാം.
1960s ഇവിടെ ഒരു പോസ്റ്റ് ഓഫീസ് ഉണ്ടായിരുന്നു. 1960s നിർമ്മിച്ചതാണ്. ഇവിടെ ഒരു പോസ്റ്റ് ഓഫീസ് വരെ ഉണ്ടായിരുന്നു അല്ലേ സ്വന്തമായിട്ട്. എന്തായാലും നല്ലൊരു സ്ഥലമാണ്. ഇങ്ങനെ ഒരു സ്ഥലം നമ്മുടെ ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നത് നമുക്കറിയില്ലായിരുന്നു. ഇവിടുന്നാണ് മെഡിറ്റേഷനും കാര്യങ്ങളൊക്കെ ഉത്ഭവിച്ചതെന്നും യോഗ അല്ല ഉത്ഭവിച്ചത് എന്നുള്ളതല്ല, അങ്ങനെ ഇതുപോലെ ഒരുപാട് സ്ഥലങ്ങളില്ല. ഇപ്പൊ നമ്മള് പോണ്ടിച്ചേരി പോയപ്പോ ഓറോവില് കണ്ടിട്ടില്ലേ? അതൊക്കെ പക്ഷെ അതൊക്കെ ഇപ്പൊ ഉണ്ടാക്കിയ സാധനങ്ങളാണ്. അല്ല, അതിനും അത്യാവശ്യം പഴക്കമുണ്ട്. അത് ഇത് 1960s ഉണ്ടാക്കിയതാണ്. പക്ഷെ അതിന് എത്രത്തോളം പഴക്കം, എക്സാക്ട്ലി എത്രത്തോളം പഴക്കമുണ്ട് എന്നുള്ളത് എനിക്കറിയില്ല. നമ്മളവിടെ പോയിണ്ടായിരുന്നു. പക്ഷെ അത് കറക്റ്റ് എക്സാക്ട്ലി നോക്കി നോക്കേണ്ടി വരും. അതുപോലെ തന്നെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അതും ഇതേപോലെ തന്നെ ഒരു ആശ്രമം, എന്താ പറയാ, ഋഷി ഓറോബിന്ദോ, അതിന്റെ ഗോൾഡൻ ടെമ്പിൾ, ആ ഗ്ലോബ് ഒക്കെ അല്ലേ, ഗോൾഡൻ ഗ്ലോബ് അല്ല. ഇവിടെ ഇത് മാത്രമല്ല, ഒരുപാട് ആശ്രമമുണ്ട് ഇവിടെ. ഇവിടെ ആ ഒരു മൊത്തത്തിലൊരു സ്പിരിച്വൽ സാധനങ്ങളുണ്ടല്ലോ. അത് റിവർ ഗംഗ, പിന്നെ ഇതുപോലുള്ള ഘട്ടുകള്, അതിന്റെ ഒരു സംഭവങ്ങളെല്ലാം ഉണ്ട്. അപ്പൊ ആശ്രമങ്ങളും ഒരുപാടുണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് പുറത്തോട്ട് പോവാണ്. ആശ്രമം കണ്ടിറങ്ങുന്നു. വാട്ട്സ് പ്ലാൻ, നെക്സ്റ്റ് പ്ലാൻ? ഭക്ഷണം കഴിക്കാം. യെസ്, നമുക്ക് ഭക്ഷണം കഴിക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ റിവർ റാഫ്റ്റിങ്ങിന് പോകുന്നു. പക്ഷെ എനിക്ക് എന്നാലും എനിക്ക് ഇവിടുത്തെ റിവർ റാഫ്റ്റിംഗ് കാട്ടി കുറച്ചും കൂടി അടിപൊളിയായിട്ട് തോന്നിയത് എനിക്ക് തോന്നുന്നത് മണാലിയിലാണ്. മണാലി വെള്ളത്തിന് ഫോഴ്സ് ഇല്ല. മണാലി വെള്ളത്തിന് ഫോഴ്സ് ആര് പറഞ്ഞു? നല്ല ഫോഴ്സ് ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഫുള്ള് കല്ലാണ്, ഭയങ്കര കുറച്ചുകൂടി അഡ്വഞ്ചറസ് ആണ്. ഇവിടെ എന്ന് വെച്ചാല് ഗംഗ നല്ല സ്പീഡിലാണ് ഒഴുകുന്നത്. പക്ഷെ ഇറ്റ്സ് മോർ എന്താ പറയാ, സേഫ് ആണ്. അതായത് പ്ലെയിൻ ആയിട്ട് ഒഴുകുമല്ലേ. റിവർ റാഫ്റ്റിംഗ് ഈസ് നോൺ ഫ്രം ഋഷികേശ്. അങ്ങനെ ബീറ്റിൽസ് ആശ്രമം കണ്ടിറങ്ങി ക്ഷീണിച്ചു. നമ്മളൊരു കഫേ തേടി നടക്കായിരുന്നു. ഇത് പിന്നെ നമ്മൾ ലക്ഷ്മൺ ജൂലയുടെ സൈഡിലേക്ക് വന്നു. അവിടെ ഒരു അടിപൊളി കഫേ ഉണ്ടായിരുന്നു. ആ കഫേ ഫുഡൊക്കെ വെയിറ്റ് ചെയ്യണം. മണിക്കൂറത്തെ ഫുഡാണത്. 1 മണിക്കൂർ കാത്തിരുന്ന് കിട്ടിയ ഫുഡാണ്. ഒരു സാൻഡ്വിച്ചും ഒരു മാഗിയും. ടേസ്റ്റ് ഉണ്ടോ? ടേസ്റ്റ് ഉള്ളതുകൊണ്ട് വെറുതെ വിട്ടു അല്ലേ. നമ്മുടെ പ്ലാൻസ് പറ്റില്ലേ വീണ്ടും. സോ നമ്മളങ്ങനെ ത്രിഭംഗേശ്വർ മഹാദേവ് ടെമ്പിളിന് മുന്നെത്തി ഭക്ഷണം കഴിച്ചു ഇറങ്ങി. ഇതാണ് ഇതിന്റെ എൻട്രി ഗേറ്റ് വരുന്നത്. കയറാം, എൻട്രി ചെയ്തോക്കാം. എന്താ ത്രിഭംഗേശ്വർ ടെമ്പിൾ അല്ലെങ്കിൽ വേറെന്താ? ഇതാവുന്നു അല്ലേ. അതൊക്കെ റാഫ്റ്റിംഗ് ചെയ്യുന്ന അതുവരെ അവിടെ നിന്ന് എടുത്താൽ അതുവരെ കൊണ്ടുപോകുന്നുണ്ടാവുന്നു അല്ലേ ഫുള്ള്. അല്ലോട്ടല്ല, പുറത്ത് ചെരുപ്പ് വെക്കാനുള്ള സ്ഥലമുണ്ട്. നമ്മൾ ചെരുപ്പ് അവിടെ ഷൂ അവിടെ ഊരി വെച്ചിട്ട് കയറി. ഇവിടെ താഴെ തൊട്ട് തന്നെ അമ്പലങ്ങളുണ്ട് കേട്ടോ. പല ഫ്ലോറുകളിലായിട്ട് അമ്പലമാണ്. ഇതൊരു ഫസ്റ്റ് സ്റ്റാർട്ടിങ് ടെമ്പിളാണ് ശ്രീ. സോ നമ്മളങ്ങനെ ആ ടെമ്പിളിൻ്റെ ഏറ്റവും ടോപ്പ് ഫ്ലോറിലെത്തി. ഇതാണ് ഇവിടെ നിന്നുള്ള വ്യൂ. ഒരുപാട് ചെറിയ 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 ടെമ്പിൾസ് പോലെ സെറ്റ് ചെയ്തിട്ട് അതിൽ പല 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 ഡിഫറെൻറ്റ് ദൈവങ്ങൾ. അതിൻ്റെ ഇടയിൽ കൂടെ കുറേ ഷോപ്പുകളുണ്ട് കേട്ടോ. ഇതാണ് ഇവിടെ നിന്നുള്ള വ്യൂ നൈസാണ്. താഴെ ഇങ്ങനെ സ്പീഡിൽ ഒഴുകി പോകുന്ന ഗംഗാ നദി. 2 സൈഡിലും ഒരുപാട് റിസോർട്ട്സും സ്റ്റേസും കഫേസും നമ്മളെ കാണുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും ടോപ്പിൽ നിന്ന് വീണ്ടും ഇറങ്ങി ഇങ്ങനെ സ്റ്റെപ്പൊക്കെ ഇറങ്ങി വന്ന്. എത്ര സ്റ്റെപ്പായി? 120, 150, 150 കൂടുതൽ എന്തായാലും ഉണ്ടാവും അല്ലേ. പക്ഷേ ഇതൊരു അമ്പലം ഫീൽ ഉണ്ടോ? ഒരു അമ്പലം ഫീൽ ഉണ്ടോ? വ്യൂ പോയിന്റ് ഫീൽ. ഇതൊക്കെ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ്, അതിലെ കടമുറികളിൽ എല്ലാത്തിലും അമ്പലം വെച്ചിരിക്കുക, അല്ലെങ്കിൽ കുറേ ദൈവങ്ങളെ കൊണ്ടുവന്ന് വെച്ചിരിക്കുക. ഒരു ഡിവൈൻ ഫീൽ ഇല്ല അല്ലേ. പക്ഷെ ഒരു ബിസിനസ് ഫീൽ ഉണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ കുറേ ഷോപ്പുകളുണ്ട്.
അത് അവർ ബിസിനസ് നടത്തുന്നുണ്ട്. ഇതൊരു നമുക്ക് ആ ഒരു ആരാധന അല്ലെങ്കിൽ ദൈവികത ഫീലൊന്നും എനിക്ക് പറഞ്ഞു വരുന്നില്ല. പൊതുവെ ഞാൻ മുന്നേ പറഞ്ഞിട്ട് എനിക്ക് നോർത്ത് ഇന്ത്യയിലെ ഒരു അമ്പലങ്ങളും അങ്ങനെ ഡിവൈൻ ഫീലൊന്നും വന്നിട്ടില്ല. അതിനൊക്കെ നമ്മുടെ കേരളത്തിലെ അമ്പലങ്ങൾ മാത്രമാണ് നല്ലതുള്ളൂ. നോക്കിയ ഷോപ്പുകളൊക്കെ, പിന്നെ ഇവരിത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഈ ഷോപ്പുകളൊക്കെ കൂടെ പോകാൻ വേണ്ടിയിട്ടുള്ള രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എനിവേ ഓക്കെ, സോ ഞങ്ങൾ സെക്കൻഡ് അഡ്വഞ്ചർ റെഡി ആയിരിക്കുന്നു. റിവർ റാഫ്റ്റിംഗ്. ഹെൽമെറ്റൊക്കെ ഇട്ടു, സെറ്റാണ്. ഹെൽമെറ്റൊക്കെ ഇട്ട് സെറ്റാണ്. റിവർ റാഫ്റ്റിംഗ് ഫസ്റ്റ് ടൈം അല്ല, ഇത് വേണ്ട പിന്നെ ഇല്ല, ഫസ്റ്റ് ടൈമാണ് റിവർ റാഫ്റ്റിങ്ങിന് പോകുന്നത്. ചീപ്പാണ്. ഒരുപാട് കോമ്പറ്റീറ്റേഴ്സ് ഉള്ളതുകൊണ്ടായിരിക്കും. 300 രൂപയ്ക്കാണ് വരുന്നത്. 300 രൂപ. ഇവിടെ എന്തോ ഒരു ടാക്സ് കൊടുക്കുമെന്ന് പറഞ്ഞ് 20 രൂപ ടാക്സും കൊടുത്ത് 300 rupees. 9 കിലോമീറ്റർ റിവർ റാഫ്റ്റിംഗ്. 300 റീസണബിൾ ആയിട്ടാണല്ലേ. സോ ഞങ്ങളങ്ങനെ റിവർ റാഫ്റ്റിങ്ങിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പേരുണ്ടല്ലേ, കുറേ പേരുണ്ട്. കണ്ടിട്ട് എന്തൊക്കെയാ ഒരു ജാഥ പോലെ ആൾക്കാർ പോകുന്നത്. എല്ലാവരും റിവർ റാഫ്റ്റിങ്ങിന് പോവാ. 300 രൂപ ഇസ് വെരി റീസണബിൾ പ്രൈസ്. അതുകൊണ്ടായിരിക്കും വരുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നത് പല റേറ്റ് ഉണ്ട് ഇവിടെ. അവർ 320, 420, 520 എന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ 9 കിലോമീറ്റർ ആണ് നമ്മൾ റിവറിൽ കൂടെ പോകുന്നത്. സോ നമ്മുടെ വണ്ടിയിൽ വന്നവരെല്ലാവരും ഒരേപോലെ അല്ലേ പോകുന്നത്. 7 ഉണ്ടായിരുന്നു നമ്മുടെ വണ്ടിയിൽ. എനിക്ക് തോന്നുന്നു ഇവിടെ ഒറ്റ റേറ്റ് തന്നെ ഉള്ളൂ. അവരുടെ ആൾക്കാർ ബാർഗെയിൻ ചെയ്യുന്നതിനനുസരിച്ച് മാറ്റി കൊടുക്കുന്നതാണ് തോന്നുന്നുണ്ട്. അതെങ്ങനെ ഇപ്പോൾ അവർ മനസ്സിലാക്കുന്നത്? അതൊരു ബോട്ട് വരുന്നുണ്ട് സൈഡിക്ക്. അയ്യോ, ഇവിടെ നിന്നാണ് റാഫ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓ, നല്ല ഫാസ്റ്റിലാണ്, നല്ല സ്പീഡ് ഫോഴ്സിലാണ് റിവർ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഒരുപാട് പോയിന്റ്സ് വേറെ വേറെ ഉണ്ട് തോന്നുന്നു അല്ലേ. ഇത് വൺ ഓഫ് ദ പോയിന്റാണ്. ഓക്കെ, ഇനി റാഫിൽ കയറി കഴിഞ്ഞാൽ വീഡിയോ എടുക്കാൻ പറ്റും തോന്നുന്നില്ല. സോ റാഫ്റ്റിംഗ് കഴിഞ്ഞിട്ടാണ്. Okay, stop! Go forward! Go forward! Forward! चलाइए सर, चलाइए, चलाइए, पैडल चलाओ! पैडल forward, forward, चलाते रहो, चलाते रहो! सर, चलाते रहो, रुकना नहीं है! सर, बाहर बैठिए, आप बाहर ऊपर निकल बैठिए. നമ്മളതിൻ്റെ റിവർ റാഫ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്തത് നമ്മുടെ ഫസ്റ്റ് റാപ്പിഡാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഇവിടെ കണ്ടില്ലേ, ഗംഗ കുത്തി ഒഴുകാണ്. നല്ല ഡേഞ്ചർ ആയിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. ഇവിടെ പെട്ട് കഴിഞ്ഞാൽ പിന്നെ കിട്ടില്ല എന്നുള്ള കാര്യം ഷുവറാണ്. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് നമ്മളിപ്പോൾ നേരത്തെ പോയിട്ടുള്ള
ത്രയംബകേശ്വർ ടെമ്പിൾ അല്ലെങ്കിൽ നേരത്തെ കണ്ട 13 നിലകളുള്ള തേരാ മൻസിൽ. നമ്മുടെ ഫ്രണ്ടിൽ കാണുന്നതാണ് ലക്ഷ്മൺ ജൂല. ഇപ്പോൾ അത് വർക്കിലാണ്. കഴിഞ്ഞ 4 വർഷമായിട്ട് ഇവിടെ കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുമെന്നാണ് നമ്മുടെ ബോട്ടിൻ്റെ ക്യാപ്റ്റൻ പറഞ്ഞത്. അപ്പോൾ ഇനി അവിടെ അവർ ഗ്ലാസിൻ്റെ ബ്രിഡ്ജാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഇത്രയും സമയം എടുക്കുന്നതെന്നാണ് പറഞ്ഞത്. Forward team, forward. Okay, stop. Go forward. सर पानी नहीं उड़ा रहे, आराम से चलाइए. Okay, stop. Okay, go forward team. ഈ റാഫ്റ്റിങ്ങിൽ നമുക്ക് വരുന്ന 3 റാപ്പിഡുകളാണ്, അതായത് 3 ഒബ്സ്റ്റക്കിൾസ് വേണമെങ്കിൽ പറയാം. അപ്പോൾ അത് കഴിഞ്ഞു. ഇത്രയും നേരം കണ്ടില്ലേ, ഇത്ര നേരം ഗംഗ അത്രയും ശക്തിയിലും കുത്തൊഴുക്കിലാണ് പോയിക്കൊണ്ടിരുന്നത്. ഇവിടുത്തെ ലാസ്റ്റ് റാപ്പിഡ് കഴിഞ്ഞു. ഇവിടുന്ന് ഇനി അങ്ങോട്ട് ഗംഗ നദി ഭയങ്കര ശാന്തമായിട്ടാണ് ഒഴുകുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ട് സേഫ് ആണെന്നാണ് നമ്മുടെ ക്യാപ്റ്റൻ പറയുന്നത്. നമുക്കിവിടെ എങ്ങനെ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ നമുക്കിങ്ങനെ വെള്ളത്തിൽ ചാടാനും ഗംഗയിൽ കുളിക്കാനൊക്കെ പറ്റും. നമ്മുടെ ക്യാപ്റ്റൻ ഒരു രക്ഷയില്ല കേട്ടോ, ഫുൾ സപ്പോർട്ടായിരുന്നു. വെള്ളത്തിൽ ഇറങ്ങാൻ മടിയുള്ളവർക്ക് ചെറുതായിട്ട് ഇങ്ങനെ ഒരു പണിയും തരും. സോ അപ്പോൾ ഞങ്ങളുടെ റിവർ റാഫ്റ്റിംഗ് കഴിഞ്ഞു. ആക്ച്വലി ഞങ്ങളത് ക്യാൻസൽ ആക്കണമെന്ന് വിചാരിച്ചാണ്, കാരണം സമയമില്ലാത്തതുകൊണ്ട്. പക്ഷെ ക്യാൻസൽ ആക്കിയിരുന്നെങ്കിൽ വലിയ മിസ്സായിരുന്നു. പക്ഷെ ഇവിടുത്തെ റിവർ റാഫ്റ്റിംഗ് വേറെ ലെവലാണ്. ഇവിടെ റിവർ റാഫ്റ്റിംഗ് നടന്നിരുന്ന ആളാണ് ഞാൻ. അപ്പോൾ പറഞ്ഞത് ഫ്ലോ കണ്ടില്ല, ഫ്ലോ അല്ല ഞാൻ ചോദിച്ചോ ഇവിടെയൊക്കെ ഉണ്ടോ, ഇവിടെയൊക്കെ ഒന്നുമില്ല. ഇത്രയും കണ്ട ദൂരല്ലേ, ഇവിടെ ഗംഗ നല്ല ശാന്തിയിലാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മൾ തുടങ്ങിയത് 9 കിലോമീറ്റർ അപ്പുറത്താണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് 3-4 സ്റ്റോപ്പുകളുണ്ട്. മെയിനായിട്ട് 3 അല്ലേ, 3-4 ഉണ്ട്. നല്ല വേൾപൂൾ ചുഴികൾ, അതുപോലെ തന്നെ കല്ല് എല്ലാം ആയിട്ട്. അത് വേറല്ലേ നല്ല പൊളി. പിന്നെ വെള്ളം നല്ല തണുപ്പുണ്ട്. ഞങ്ങൾ ഉച്ചക്കൊക്കെ വിചാരിച്ച് വെള്ളം അത്ര തണുപ്പൊന്നും ഇല്ല എന്നാണ്. പിന്നെ വൈകുന്നേരം ആയപ്പോൾ കുറച്ചുകൂടി തണുപ്പായതായിരിക്കും. നല്ല തണുപ്പുണ്ട്. എല്ലാവരും ഡിപ്പിച്ച് ഞങ്ങൾ ഉച്ചയ്ക്ക് ഭയങ്കര ക്ഷീണമുണ്ടായിരുന്നു. കുറെ ട്രാവലിന്റെ അതിന്റെ ഇതിന്റെയൊക്കെ എല്ലാ ടെൻഷനും പോയി, എല്ലാ ക്ഷീണം പോയി. അടിപൊളി. റിവർ റാഫ്റ്റിംഗ് മസ്റ്റ് ആണ് കേട്ടോ. മിക്കവാറും ഞാൻ സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ വൈകിട്ട് തന്നെ ചെയ്തതല്ല, ഈ ഒരു സമയത്ത് ചെയ്യുന്നതായിരിക്കും. അതെ, അതായത് ഒരു 3 മണിക്കൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 2.5 മണിക്കൂറോളം എടുക്കും. പിന്നെ വളരെ ചീപ്പാണ്, ബോത്താണ്. 300 രൂപയ്ക്ക് 320 രൂപയ്ക്കാണ് നമ്മൾ ചെയ്തത്. ദാറ്റ് ഈസ് ടോട്ടലി തീർച്ചയായിട്ടും. പക്ഷെ നല്ല റിഫ്രഷിംഗ് ആണ്, അടിപൊളിയാണ്. പിന്നെ ഇനി നമ്മൾ ഗംഗാരതി കാണാൻ വന്നിരിക്കുകയാണ്. ഇതവിടെ ഗംഗാരതി ഇവിടെ തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. 6 മണിക്ക് എന്നാണ് പറഞ്ഞത്, സ്റ്റാർട്ടായിട്ടില്ല. സമയം ഇപ്പോൾ 6:05 കഴിഞ്ഞു. श्री शिवानंद महाराज की, श्री सत्य सनातन धर्म की, आज के आनंद की। ओम नमः पार्वती
पार्वती पतये हर हर महादेव। ഗംഗാരതി കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും ഇതുപോലെ ചിരാതുകൾ കത്തിച്ച് ഗംഗയിൽ ഒഴുക്കി വിടും. അതാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് വിൽക്കാൻ വേണ്ടി ഒരുപാട് പേര് നമ്മുടെ പുറകെ തന്നെ ഉണ്ടാവും കേട്ടോ. ഇത് ഒരു ഗംഗാരതി കഴിഞ്ഞതും ഒരുപാട് പേര് നമ്മളെ അപ്രോച്ച് ചെയ്യും. ഇങ്ങനെ കച്ചവടക്കാർ ചിരാതും അതിൻ്റെ ബാക്കി അനുബന്ധ സാമഗ്രികളൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മൾ റാഫ്റ്റിങ്ങും പരിപാടികളെല്ലാം കഴിഞ്ഞ് ഋഷികേശിലെ ഗംഗാരതിയും കണ്ട് റൂമിലെത്തി. ഹൗ വാസ് എക്സ്പീരിയൻസ്? അടിപൊളി. റിവർ റാഫ്റ്റിംഗ് വേറെ ലെവൽ. യെസ്, ഞങ്ങൾ ആക്ച്വലി റിവർ റാഫ്റ്റിംഗ് അന്ന് ചെയ്യണം അല്ലെങ്കിൽ ചെയ്യണ്ട എന്നുള്ള ഡബിൾ മൈൻഡിലായിരുന്നു. പിന്നെ സമയം സെറ്റ് ചെയ്ത് ചെയ്താണ്. ബട്ട് ഡു വർത്ത് ഇറ്റ്. ഋഷികേശിൽ വന്നാൽ റിവർ റാഫ്റ്റിംഗ് ചെയ്തേ പറ്റൂ. ഞങ്ങൾക്ക് സമയം ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ഞങ്ങളൊന്നും കൂടെ ചെയ്തേരെ. പക്ഷെ സമയം ഉണ്ടായില്ല. എന്തായാലും ഗംഗാരതി കണ്ടു, റിവർ റാഫ്റ്റിംഗ് ചെയ്തു, റൂമിലെത്തി. ഓക്കെ, നാളെ നമ്മൾ ഋഷികേശിൽ നിന്ന് വാരണാസി പോവാണ്. ഒറ്റ സ്ട്രെച്ച് പോകാൻ പറ്റില്ല. അവിടെ പോയിട്ട് വേണം പോകാൻ. അതെ, ലക്നൗവിൽ സ്റ്റോപ്പ് എടുത്ത് വേണം പോകാൻ. അപ്പോൾ നാളത്തെ ഋഷികേശ് വാരണാസി യാത്ര നാളത്തെ മറ്റൊരു എപ്പിസോഡിൽ കാണാം. ഇതുവരെയും ബൈ.